ബാഡ് ബോയ്സ് കണ്ടിട്ട് ചപ്പക്കുറ്റി കിടക്കണം എന്ന് പറഞ്ഞല്ലോ എന്നോട്. എന്തോ 2 അടി കൊട്ടണം എന്നല്ല പറഞ്ഞു. കൂൾനാസ് വെക്കട്ടെ, കൂൾനാസ് വെച്ചേ. ബാഡ് ബോയ്സ് കണ്ടിട്ട് അങ്ങനെയൊക്കെ അടിയൊക്കെ വരുമെന്ന് ഓർത്തു. പക്ഷെ അടിക്കാനും തല്ലാനും എന്താണ് കൂവലൊന്നുമില്ല. നല്ല സപ്പോർട്ടാണ് ആൾക്കാർ. നമ്മള് ഈ ഇങ്ങനത്തെ ഇപ്പൊ പറയാ ഇങ്ങനത്തെ ഡാൻസ് നമ്മളെ സ്ഥിരം സ്റ്റെപ്സ്, അപ്പൊ അത് മാറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്സ് ആണ് അത് ഇട്ടത്. ഓ ഇത് ഫ്രഷ് സ്റ്റെപ്പാണ്, ഫ്രഷ് സ്റ്റെപ്പാണ് ഫിലിമിലിട്ട്. അപ്പോൾ അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്, സർപ്രൈസ് കണ്ടന്റ് ആണ്. നമ്മൾ വരുമ്പോൾ എന്താണെന്ന് പറയുന്നില്ല, എന്നോട് ഇപ്പോഴും പറയുന്നില്ല എന്താണ് നമ്മൾ ചെയ്തത്. പലരും തിയേറ്ററിൽ തന്നെ കുറെ പേര് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ശനി ഓടട്ടെ എന്ന് പറഞ്ഞു. സർപ്രൈസ് പലരും റിവ്യൂവേഴ്സ് ആയിട്ടുള്ള പലരും പറയണ്ടല്ലോ, ഓൺലൈൻ റിവ്യൂ. എന്തുകൊണ്ട് അശ്വിൻ കോക്ക് ബാഡ് ബോയ്സിനെ കുറിച്ച് അറിയില്ല? ഞങ്ങൾ കാത്തു വെച്ചിരിക്കുന്നത് അതിനെയാണ്. അത് അശ്വിൻ കോക്കിനെ പേടിയുള്ളതുകൊണ്ടായിരിക്കും. മേടിച്ചോണ്ട് അല്ല, അമർലുവിനെ പഠിച്ചോണ്ടല്ല. ആ സിനിമയ്ക്ക് ഇനി എന്തെങ്കിലും റിവ്യൂ ഇട്ട് പബ്ലിസിറ്റി കൊടുക്കണ്ടല്ലെന്ന രീതി പുള്ളിക്ക് തോന്നിട്ടുണ്ടാവും. ഒമർലുവിനുള്ള ദയനീയത കൊണ്ട് അവൻ ചിലപ്പോ അശ്വിൻ കോക്ക് കാണും വിരോധം ഉണ്ടാവില്ല. പക്ഷെ പുള്ളിനെ ഇതില് ഒരു റിവ്യൂവർ ആയിട്ടൊരു വ്യക്തി ചെയ്തുകൊണ്ട് ചില അശ്വിൻ കോക്ക് ചെയ്തിട്ടില്ല, ഉണ്ണി വ്ളോഗ്സ് ചെയ്തിട്ടില്ല, ഷസാമി ചെയ്തിട്ട് ആരും ചെയ്തിട്ടില്ല. അവർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ ചെയ്ത് കഴിയുമ്പോൾ ഈ പടം പബ്ലിസിറ്റി കൂടും. അതുകൊണ്ട് പബ്ലിസിറ്റി കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഇതുകൊണ്ട് ഓൾറെഡി കൊള്ളാം, ഇനി കൊള്ളാവാനൊന്നുമില്ല. എന്താണ് എന്നോട് കൊളാക്കി പറയരുതെന്ന്? താഴത്ത് കറങ്ങ്. അയ്യോ ഒരു ക്യാമറ ഓപ്ഷൻ സ്റ്റാർട്ട്. ക്യാമറ വൈറൽ ടാക്സ് വൈറലാക്കണമെങ്കിൽ അന്നെ വേണം. ഓൺ എയർ കേരള വൈറാക്കാൻ പറ്റി. ഞാൻ വൈറൽ ടാക്സ് വൈറലാക്കണമെങ്കിൽ അത് ക്ലച്ച് പിടിച്ചാൽ നമ്മൾക്കെതിരെയുള്ള പരാതി, അത് ഞമ്മക്കെതിരെ ആർക്കെതിരെ ആർക്കെതിരെ എനിക്കും സന്തോഷവർക്കെതിരെ പരാതി. അത് പിന്നെയും ഒരു പ്രശ്നം ഉണ്ടാക്കി നിൽക്കുന്നുണ്ട് എന്റെ കമന്റ് ബോക്സിലെതിരെ. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും, നിനക്ക് പണി വരും എന്ന് പറയുന്നത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തിനാ? അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കാം. നമ്മള് കണ്ടിട്ടുള്ള വേണ്ടിട്ടില്ല. പിന്നെ എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എനിക്കറിയാനില്ല എന്തിന്റെ പീഡിപ്പിച്ചെന്നല്ലേ. നമ്മള് ഒരു നേരെ ചൊവ്വ നടക്കാറിയാൻ പാടാത്ത ഒരാളാണ് പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് എല്ലാ ന്യൂസ് ചാനൽ ലൈവ് പോയിരിക്കാം. എനിക്ക് നേരെ നടക്കാറില്ല. നല്ല ആൾക്കാര് പറയുന്നു പണിക്ക് പോകുന്നില്ല, പിന്നെ ഇവരുടെ പുറകെ പോയിട്ട് എനിക്ക് എന്താ ലാഭം? മനസ്സിലായോ? സ്പായില് പോയാൽ മതി അല്ലേ? സ്പായി പോയാൽ മതി ഇപ്പൊ പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞത് എനിക്ക് എന്തോരം ഇപ്പൊ ഞാൻ കളർ ഡിസ്ക്രിപ്ഷൻ ചെയ്ത് എന്തോരം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായ? കളർ ഡിസ്ക്രിമിനേഷൻ കുറവ്, കറുത്ത നിറം പറഞ്ഞേ. ഇവരെ കളിയാക്കുന്നല്ല, ഇവരെന്നെക്കാളും അധികം നിറമൊന്നുമില്ല. ആ നിറമില്ലാത്ത കൂടെ വീഡിയോ കോളൊക്കെ ചെയ്തെന്നൊക്കെയാ പറയണത്. അൺസെൻസേർഡ് കണ്ടന്റ് ആണ്. ഒരു സാധനം എഡിറ്റ് ചെയ്യൂല ഇതില്. എഡിറ്റ് ചെയ്യണ്ട, കുഴപ്പമില്ലല്ലോ. അപ്പൊ അതില് നമ്മളെ പറ്റി മോശമായിട്ട് വീഡിയോ കോൾ ചെയ്തൊക്കെ പറഞ്ഞ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ കോൾ ചെയ്യാറുള്ളത്. മനസ്സിലായോ? ആരും വീഡിയോ കോൾ ചെയ്യാറില്ല. അങ്ങോട്ട് ആരെയും വീഡിയോ കോൾ ഞാൻ ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് വരുന്ന കോൾ എടുക്കുമ്പോ എന്തെങ്കിലും ചതിവഴികളുണ്ടെങ്കിൽ നമ്മള് കട്ട് ചെയ്യും. ഒരു ചതിവ് വന്നിട്ടുണ്ട്, അത് ഇവരായിട്ടല്ല, വേറെ ഒരായിട്ട് ചതിവ് വന്നത്. അതൊന്നും പുറത്ത് വന്നിട്ടില്ല. മനസ്സിലായോ? ചതിക്കാൻ കുറെ പേര് നിന്റെ പേരിൽ എത്ര കേസ് ഉണ്ടെന്നാണ്? എത്ര കേസായിട്ടോ? എനിക്ക് 45 പെണ്ണുങ്ങളായി പരിചയമായിട്ട് ഇവൻ പറഞ്ഞ 6 പെണ്ണുങ്ങളാണ്. അപ്പൊ അവര് വെച്ചാൽ 6 കേസുകളാണോ? ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ. എങ്ങനെയെങ്കിലും എന്റെ പുതിയ ചാനലൊന്നും ഇതാക്കണം. എന്നിട്ട് നിങ്ങളൊക്കെ മാത്രം പാർട്ടിസിപ്പ്. എന്നിട്ട് ചാനലിന്റെ പേര് പറഞ്ഞോ, PR അലൻ ജോസ് എന്നാണ്. ആർക്കിരിക്കാൻ